അങ്ങനെ നമ്മൾ വീണ്ടും പരമ്പരാഗത കാനനപാതയിലേക്ക് കയറട്ടെ. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 19 കിലോമീറ്റർ പമ്പയിലേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചി വിടുന്നത്. അപ്പം നമ്മളിത് അഴുതാ നദിയിലേക്കാണ് ഇറങ്ങണത്. അയ്യപ്പൻ്റെ പുണ്യസ്ഥലം മലിനമാക്കരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് വെള്ളം നിഷേധിക്കാണ്ട് ഇരിക്കുക. അതുപോലെയൊക്കെ ഒരുപാട് കടകളുടെ പണികളുണ്ടോ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഴുത ഇറക്കട്ടെ. അതെ, അഴുതയിലേക്ക് എത്താണ്, അഴുത നദിയിലേക്ക് എത്താണ്. ചെറിയ ഇറക്കം കാണുമ്പോൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. ഒന്നും ഓപ്പണിംഗ് ആയിട്ടില്ല. കടകളുടെ പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാവരും വരിവരായി വരുന്നുണ്ട് കേട്ടോ. അഴുതാ നദി. അങ്ങനെ നമ്മളിത് അഴുതാ നദിയിലെത്തിട്ടോ. അഴുതാ നദിയിലെത്തി. ഇനി ഇവിടെ നിന്ന് അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് എന്നൊക്കെ പറഞ്ഞ ശരണമല്ലേ, അതുപോലെ തന്നെ ഇവിടെ മുങ്ങി കുളിച്ച് കല്ലെടുത്ത് വേണം പോകണമെങ്കിൽ അപ്പം നമ്മൾ കൊണ്ട് കല്ലിടാൻ കുന്നിൽ കൊണ്ടിടും കല്ല്. അതെ, നദി കണ്ട അഴുതാ നദി കാണാൻ. നമുക്ക് ചെറിയൊരു പാലുണ്ട്, അത് കുറേ കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകണം. ഇങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുണ്ട് വേറൊരു പാലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ഹോട്ടലുകൾ അതിലൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളൊന്നും വരില്ല. ശരിക്കും കാനനപ്പാതയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അമ്പത്തിരണ്ട്. അപ്പോൾ നമ്മളിത് അഴുത പാലാട്ട കിടക്കണത്. അഴുത കടവ്. ഇവിടെ കുളിച്ചിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ അപ്പോൾ ഇത് 2 മണിക്ക് ഇവിടെ ക്ലോസ് ആയിട്ടോ. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, 2 മണിയാകുമ്പോൾ അഴുതയിൽ നിന്ന് നമ്മൾ കാനനപ്പാത കയറിയാൽ മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഴുതയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്തിയപ്പോൾ 1:50 അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി പോകാൻ പറ്റും തോന്നുന്നു. നമുക്കിവിടെ കുളിക്കാനുള്ള സമയം കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാനുള്ള സമയമാവും. ചിലപ്പോൾ പിന്നെ കടത്തി വിട്ടുന്നതല്ല. സാറേ എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? 2:30 അടയ്ക്കുമല്ലേ? പിന്നെ അങ്ങോട്ട് മുക്കുവീട്ടിലല്ലേ? ആ, 2 മണിയായി. കുളിച്ച് കഴിഞ്ഞാൽ സമയം വൈകുമല്ലേ? എത്തില്ല. കുളിക്കണല്ലേ? കുളിക്കണേ എത്തില്ല, 1 മണിക്കൂർ കൊണ്ട് എത്തില്ലേ? ആ, മുക്കുവി സ്റ്റേ ചെയ്യാൻ ഏതായാലും 1 മണിക്കൂറിൻ്റെ ഉള്ളൂ. കുളിച്ചിട്ട് മുക്കുവി ചെയ്യാനല്ലേ 3 മണിക്ക് 2:30 ഇവിടെ അടയ്ക്കുള്ളൂ. 2:30 ആകുമ്പോഴത്തേക്കും വന്നിട്ട് നിങ്ങൾ കുളിച്ചിട്ട് പാസ്സായി പോകാൻ പറ്റില്ല. നമ്മൾ അഴുതയിൽ 2 മണിക്ക് അടയ്ക്കും കേട്ടോ. അപ്പോൾ അതന്നെ നമുക്ക് ഇവിടുന്ന് കയറി മുക്കുവെള്ളി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും 3 മണിക്ക് അടയ്ക്കും. അപ്പോൾ കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അഴുതയിൽ കുളിച്ചിട്ട് കയറി പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് സ്റ്റേ മുക്കുവെള്ളിയായിക്കുള്ളൂ കിട്ടുന്നത്. ഞങ്ങൾ അഴുതയിൽ കുളിക്കാൻ പോകട്ടെ എല്ലാവരും കൂടി. നമ്മൾ അഴുതയിൽ മുങ്ങിയെടുത്താട്ടെ കല്ല മുങ്ങുന്നത് കാണിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കുളിക്കാൻ ഒരുമിച്ചിറക്കില്ല. 2:30 കിടന്നു. അതെല്ലാം വീഴിക്കാൻ പറ്റില്ല. വനപ്പകുതി വഴിயாக செல்லும் பக்தர்கள் மதியம் 2:30 மணிக்கு முன் எழுத்துக்கடவு வாயிலை கடக்க வேண்டும். மாவட்ட ஆட்சியர் உத்தரவுப்படி மதியம் 2:30 മണിക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. 2 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടാ. 2 മണിക്ക് 2:30 അടയ്ക്കുള്ളൂ. അപ്പോൾ അത് 2 മണിക്ക് അനൗൺസ്മെന്റ് ചെയ്ത് തുടങ്ങി കയറി പോകാനായിട്ട്. ഇനി ഇവിടുന്ന് 3 മണിക്ക് മുക്കുവയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി പോകാൻ പറ്റില്ല. മുക്കുവയിൽ കിടക്കേണ്ടി വരും. നമ്മളിത് അഴുതേന്ന് കയറി ചെക്ക് പോസ്റ്റ് കിടക്കാം കേട്ടോ. അത് ചെക്ക് പോസ്റ്റിൻ്റെ 2:30 മുന്നേ കടന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരും. ഇപ്പോൾ കാരണം നമ്മൾ 2:30 മുന്നേ കടന്നിട്ടേ പോസ്റ്റ്. അപ്പോൾ നമ്മൾ അഴുതേന്ന് കയറിയപ്പോൾ അത്യാവശ്യം സ്വാമിമാരുണ്ട് കേട്ടോ. കുറേ സ്വാമിമാരുണ്ട് നമ്മുടെ കൂടെ. നല്ലൊരു കഠിനമായ കയറ്റം തന്നെ കേട്ടോ അഴുതാൻ കയറ്റം.
ശരിക്കും ഇപ്പോഴാണ് കാനപാതെത്തിയല്ലേ അല്ലേ? നല്ല കഠിനമായി തുടങ്ങി. സ്വാമിയേ സ്വാമിയേ അയ്യപ്പ അയ്യപ്പ. നമ്മൾ ശരിക്കും ഇപ്പോഴും കാനപാത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോഴും എത്തിയത് കണ്ട. ഇപ്പം കണ്ട മരത്തിൻ്റെ വേരുകളും കല്ലും ഇതൊക്കെ കയറി പോണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കയറണേ. അല്ലാണ്ട നല്ല കുത്തനുള്ള പാറകരാടോ. മൊത്തം പാറകളുടെ കല്ലുമ്മ ചവിട്ടിയാണ് കയറി പോണത്. ശ്വാസം പോയിട്ടെടുക്കാൻ പറ്റും വല്ലാത്ത അവസ്ഥ. അഴുതാക്കയറ്റം കയറിണ്ടിരിക്കുക കേട്ടോ. അഴുതുന്ന കല്ലെടുത്ത് കുറച്ചേരം കയറി തുടങ്ങിയിട്ട് ഇപ്പോഴും കയറി കഴിഞ്ഞിട്ടില്ല. മൊത്തം കണ്ടോ ഇതാട്ടോ മരത്തിൻ്റെ വള്ളികളും പാറകളാണ് മൊത്തം. എൻ്റെ പൊന്നൊരു മരം കണ്ടോ, എന്ത് വലിയ മരം നോക്കി. ഇവരുടെ ഒരുപാട് മരങ്ങൾ ഈ കാട്ടിലുണ്ട് കേട്ടോ, ചുറ്റുണ്ട് ഇതൊക്കെ. അവിടെ അടുത്തൊരു കയറി പോണ വഴികളുണ്ടോ, ഇങ്ങനത്തെ വഴികളാണ് നമ്മളിനി പോകാൻ പോണത് കേട്ടോ. നമ്മളിപ്പോൾ ഇത് കയറി കുറച്ചെത്തിയപ്പോൾ ഇരുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല ക്ഷീണമായി. കാരണം വെച്ചാൽ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കണ മുന്നേ അഴുതേന്ന് കയറിയതുണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ ഇനി അടുത്തവരും കേട്ടുമ്പോൾ നമുക്ക് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ തളർന്ന് വീഴും. അതുകൊണ്ട് എല്ലാവരും നല്ല ക്ഷീണമായിട്ടോ. നല്ല അവസ്ഥയിൽ കയറ്റാണ് കയറി വന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നേരെ കല്ലിടാങ്കുന്നിലേക്ക് കുറച്ചും കൂടി വഴിയുണ്ട് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ കയറ്റം കയറി എത്തിയിട്ടോ, കല്ലിടാങ്കുന്നിൽ എത്തിയപ്പോൾ കല്ലിടാങ്കുന്നിൻ്റെ എൻട്രൻസിന് ഇത് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം 10-15 കിലോമീറ്റർ അടുത്ത് നടന്നു തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കല്ലിടാങ്കുന്നിൻ്റെ എൻട്രൻസിന് കാണുന്നത്. അങ്ങനെ നമ്മളിത് കല്ലിടാങ്കുന്നിൻ്റെ മുകളിലേക്ക് കയറിട്ടോ. ഇവിടെ ചെറിയൊരു ഇടത്താവളാണ്. ഇവിടെ നമുക്ക് വിരി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കല്ലിട്ടാ ഇതൊക്കെ ഇട്ട കല്ല. നമ്മളപ്പോൾ കല്ലിടാങ്കുന്നിൽ കല്ലിടാൻ പോട്ടോ. നമ്മളിത് അഴുതേന്ന് മുങ്ങിയെടുത്ത കല്ലട കാണണതേ. അപ്പോൾ ഈ കല്ല് നമ്മളിവിടെ കൊണ്ടിടാൻ പോണ്. ശരിക്കും ചെറിയ കല്ലൊക്കെ എടുക്കാൻ കേട്ടോ. നമ്മൾ വലിയ കല്ലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അത് നമ്മളിത് കല്ലിടാങ്കുന്നിൽ എത്തിയിട്ടത്. നമ്മൾ അഴുതേന്ന് മുങ്ങിയെടുത്ത് വന്ന് കല്ലട കാണണത്. ഈ കല്ലാണ് നമ്മളിവിടെ ഇടാൻ പോണത്. കണ്ടോ, ഇതൊക്കെ കല്ലിട്ടുകൾ കേട്ടോ. ഈ കുന്ന് നമ്മളിട്ട കല്ല്. നമ്മളൊക്കെ നിൽക്കണതൊക്കെ ഈ കല്ലുകളാട്ടോ. അതിൽ നിന്ന് മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന കല്ലുകളാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കറിയില്ല. അത് ഈ മുങ്ങിയെടുത്ത് വന്ന കല്ലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ഉരുള്ള കല്ലുകളാട്ടോ അതൊക്കെ. അപ്പം ഇറങ്ങിയപ്പോൾ നല്ല നോക്കി ഇറങ്ങി തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു അയ്യപ്പക്തൻ കല്ലിടാങ്കുന്നിൽ കല്ലിടാൻ വരാം കേട്ടോ. കല്ലോടെ അതെ അത്യാവശ്യം ഒരുപാട് കല്ലെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാം കേട്ടോ. അവിടെ നമ്മുടെ കല്ലിടാങ്കുന്നിൽ നമ്മൾ കഞ്ഞി കപ്പ വാങ്ങിച്ചിട്ടോ. 110 റേറ്റ്. ഇവിടെ പൊറോട്ട നല്ലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് പൊറോട്ട ദോശ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള വാങ്ങിച്ച് കഴിക്കാം. അതേ കല്ലിടാങ്കുന്നിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഇനി മുക്കുഴിയിലേക്കുള്ള യാത്ര കേട്ടോ. മുക്കുഴിയിലാണ് ഞാൻ അടുത്ത് സ്റ്റേ വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാട്ടിക്കൂടെ തന്നെ യാത്ര. അപ്പോൾ മുക്കുഴിയിലെത്താം. നമ്മൾ വൈകുന്നേരം സ്റ്റേ മുക്കുഴിയിലാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയുടെ മാപ്പാണ് കൊടുത്തിട്ടാ. നമ്മൾ കല്ലിടാങ്കുന്നിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ. ആരമാർക്കിട്ടുന്നു 2.5 കിലോമീറ്റർ മുക്കുഴി, പിന്നെ വലിയാനവട്ടം, പുതുശ്ശേരി. ആ 5 എത്ര മഴ സഞ്ചരിക്കണം കേട്ടോ. 5 കിലോമീറ്റർ അല്ലേട്ടോ. ദേ ഇനി കല്ലിടാങ്കുന്ന് 2.5 ഇത് 2 ഇപ്പം 4.5 ചെയ്യോ 6. ഏടാ പാ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2.5 കിലോമീറ്ററാണ് നമ്മൾ നടക്കുന്നത്.
എല്ലാവരും മുന്നിൽ കൊണ്ട് കുറേ പേര്, അതുപോലെ തന്നെ കുറേ പേര് ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആനത്തലയുടെ പോസ്റ്റ് വെച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആനത്താലായിട്ട്. ഇവിടെ ആനകൾ ഈ വഴിക്ക് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റണമെങ്കിൽ ഭാഗ്യം നമുക്ക്. ഇപ്പോൾ കടയുടെ ഒരുപാടുണ്ട്. അതെ പിണ്ടടക്കണ്ട, ആനപ്പിണ്ടടക്കുണ്ട് ഇവിടെ. ഒരുപാട് പിണ്ടടക്കുണ്ട്. പക്ഷെ ഭാഗ്യം നമുക്ക് ഇവിടെ ആനയെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉൾക്കാട്ടിലുണ്ടാവും ചിലപ്പോൾ ആനയൊക്കെ കേട്ടോ. ഇപ്പിണ്ടോ ചൂടായുള്ള ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആന പോയി കണ്ടാ അതെ കണ്ടാ ചവിട്ടി കൂടി ഒഴിക്കണ്ടാ. ഈ വഴിക്ക് പോയി ആനത് പതുക്കെ പോയി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല ആന. അങ്ങനെ നമ്മളിത് കുറച്ച് നടന്നതിന് ശേഷം ഉടുമ്പാറവില്ലൻ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെത്തിട്ടോ. ഇവിടെ നിന്ന് ആരും കാണാനില്ല കേട്ടോ. ഈ അമ്പലത്തിന് പൂജ പാറക്കോട്ട എന്ന് പറയുന്ന സ്ഥലമായിട്ട് ഈ കാണുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഉടുമ്പാറവില്ലൻ ശ്രീ അയ്യപ്പ ക്ഷേത്രം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എൻ്റെ അടുത്തേക്ക് പോയി നോക്കേണ്ട സംഭവം. കയറ്റില്ല കേട്ടോ. കയറ്റം കഴിഞ്ഞ് കുറച്ച് നിരപ്പായ സ്ഥലത്ത് വന്നേട്ടോ. അത് ചെറിയ ക്ഷേത്രമാണ്. അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. കൂറ്റ മരമൊക്കെ കണ്ടു അവിടെ. ഗംഭീര മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് പ്രത്യേക ഒരു അന്തരീക്ഷം അവിടെ വന്നപ്പോൾ. ഉടുമ്പാറവില്ലൻ എന്ന പേരുള്ളൊരു ആദിവാസി യോദ്ധാവായിരുന്നു ഇഞ്ചിപ്പാറ കോട്ട ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം വെച്ചാരാധിച്ചിരുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് കോട്ടയിൽ ശാസ്താവ്. അപ്പോൾ ആ ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നിരപ്പുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വിരി വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു തേരട്ടുണ്ടോ, നമ്മുടെ നാട്ടിലുള്ള തേരട്ടല്ല കേട്ടത്. ഇത് വേറെന്തോ ഒരു നല്ല ഭംഗിൻ്റെ കാണണ്ട, വിചിത്രമായൊരു തേരട്ടേണ്ടത്. നമ്മളിപ്പോൾ 6 മണിക്ക് കേട്ടോ. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പാട്ട് വെച്ച് തുടങ്ങി. നമുക്ക് പോകുന്നത് മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണത്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യണം. നമ്മൾ മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യണത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ പോണ വഴിക്ക് ചെറിയൊരു തോടുണ്ട്, ചെറിയൊരു അരുവി, കാട്ടരുവിയാണ്. അപ്പോൾ അതിന് വെള്ളം വന്നുണ്ടോ. അതിൽ കാലം കഴിയും, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അത് കഴിയും പോകാൻ നമുക്ക് കുറച്ച് ദൂരമുള്ളൂ മുക്കുഴിക്ക് കേട്ടോ. കാരണം നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിത് മുക്കുഴിയിലെത്താറായി കേട്ടോ. മുക്കുഴി ക്ഷേത്രത്തിൻ്റെ പാട്ട് കേൾക്കണത്. അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്നായിട്ട് കടകളുണ്ടാവും കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളത് മുക്കുഴിയിലെത്തിയിട്ടോ. മുക്കുഴിയിൽ വീതി വയ്ക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ വിരിക്കണം. അപ്പോൾ ഒരുപാട് വീതി വയ്ക്കാനുള്ള സ്പേസുകളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊന്നും പൈസയല്ല, ഫ്രീ ആയിട്ടുള്ളതാണ്. പിന്നെ ഹോട്ടലിൻ്റെ കീഴിൽ ഉണ്ടാവും, അതും ഫ്രീ ആണ്. പക്ഷേ അന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ ഒരു അതിന് പൈസ ഈടാക്കില്ല. ഇതൊക്കെ മുക്കുഴിയിലുള്ളതാണ്. വിരി വയ്ക്കാനുള്ള സ്ഥലമാണ് കാണാൻ. തൊട്ടടുത്ത് തന്നെ ബാത്റൂം സൗകര്യം ഉണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ 7 മണി മുതലാണ് ഇവിടുന്ന് മുക്കുഴി എന്നുള്ള യാത്ര തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിരി വെച്ചിട്ടോ. ഇവിടെ വിരി വെച്ച് നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യണം. ഇനി ഇവിടെ നാളെ രാവിലെ 7 മണിക്ക് തന്നെ ഇവിടുന്ന് നമ്മൾ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമ്മൾ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ വിരിക്കുന്ന സ്ഥലത്തിലുണ്ടോ, ഹോട്ടൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പൈസ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ ഇവിടുന്ന് കഴിക്കാൻ നമുക്ക് അങ്ങനെ പൈസ ചാർജ് ഈടാക്കില്ല.